തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പ്ലാമൂട്ടുകടയിൽ വനിതകളുടെ ജിംനേഷ്യം സെന്ററിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. മരിയാപുരം സ്വദേശിയായ യുവതിക്ക് പരിക്കേറ്റു. പാറശാല പവതിയാൻവിള സ്വദേശി അശ്വന്താണ് യുവതിയെ ആക്രമിച്ചത്. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? നിലവിൽ യുവതിയുടെ നില എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. പട്ടാപ്പകൽ ഇത്തരത്തിൽ ജീവനക്കാരിൽ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് പ്ലാമൂട്ടുകടയിലെ മിഡുല എന്ന് പറയുന്ന ജിംനേഷ്യം സെന്ററിലെ ജീവനക്കാരെയാണ് മരിയാപുരം സ്വദേശിനിയായിട്ടുള്ള കാവ്യ രാവിലെ എത്തുകയും ജിംനേഷ്യം തുറക്കുകയും ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റാരുമില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് പാറശാല സ്വദേശിയായിട്ടുള്ള അശ്വന്ത് കയ്യിൽ കരുതിയ കത്തിയുമായി ജിംനേഷ്യം സെന്ററിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. അതിനുശേഷം ആ കാവ്യയെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴുത്തിലും നെഞ്ചിന്റെ ഭാഗത്തും ഇപ്പൊ മുറിവുകൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് തന്നെയാണ് കാവ്യയെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലും തുടർന്ന് നെയ്യാറ്റിങ്കര നിംസ് മെഡിസിറ്റിയിലും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതീവ ചികിത്സയ്ക്കായി അകത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനുശേഷം അശ്വന്ത് മറ്റെന്തോ വിഷം കഴിച്ച നിലയിലുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അശ്വന്തിനെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി നമുക്ക് മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ പൊഴിയൂർ പോലീസാണ് ഇത്തരത്തിൽ കേസ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. ഇതിന്റെ ബാക്കി തുടർ പ്രവർത്തനങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ കാവ്യയെ ആക്രമിച്ചെന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണം ഉദ്യോഗസ്ഥർ കണ്ടെത്താനുണ്ട്. അതിനുശേഷം മാത്രം നമുക്ക് വ്യക്തത പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. ദീപ്തി, ശരി. എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പ്ലാമൂട്ടുകടയിലാണ് വനിതകളുടെ ജിംനേഷ്യം സെന്ററിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടന്നിരിക്കുന്നത്. മരിയാപുരം സ്വദേശിയായ യുവതിക്കാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. പാറശാല പവതിയാൻവിള സ്വദേശിയായ അശ്വന്താണ് യുവതിയെ ആക്രമിച്ചത്. എന്താണ് ഈ ഒരു ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് എന്തായാലും അന്വേഷണം നടത്തുകയാണ്. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്.